ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മത്സരം ഇന്ന് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അരങ്ങേറുന്നുണ്ട്. കരുത്തരായ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. ആവേശകരമായ ഒരു മത്സരം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക അത് ലയണൽ മെസ്സി തന്നെയായിരിക്കും. വേൾഡ് കപ്പിൽ അസാധാരണമായ പ്രകടനമാണ് മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സിയെ തടയുക എന്ന ഒരു വലിയ വെല്ലുവിളി പരിശീലകനായ തോമസ് തുഷേലിനെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത്, ഈ മത്സരത്തിൽ ഞങ്ങൾ മെസ്സിയെ തടയും, അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തും എന്നാണ് ഇംഗ്ലണ്ടിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും മെസ്സിയെ തടയാൻ ഞങ്ങൾ ഒരു വഴി കണ്ടെത്തും. സ്പേസുകൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് മെസ്സി. തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം മുതലെടുക്കുകയും ചെയ്യും. മെസ്സി മാത്രമല്ല, അർജന്റീന ടീം ഒന്നടങ്കം ഇതുപോലെ തന്നെയാണ് കളിക്കുന്നത്. മെസ്സിയെ സപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തെ സഹായിക്കുക, അതിൽ അർജന്റീൻ താരങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. മെസ്സി ഡിഫറൻസുകൾ സൃഷ്ടിക്കാൻ തയ്യാറാവുമ്പോഴെല്ലാം അർജന്റീൻ സഹതാരങ്ങൾ അതിന് റെഡിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം തടയാൻ ഞങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. മെസ്സിയിൽ മാത്രമായി അമിത ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ധൈര്യത്തോടെ നേരിടണം. മെസ്സിയെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത വേണം. മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന സപ്പോർട്ടും തടയണം. മെസ്സിയുടെ കൈവശം പന്ത് ഉള്ളപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വേണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തെ തടയാൻ കഴിയുക. ഇതാണ് ഇപ്പോൾ തോമസ് തുഷേൽ പറഞ്ഞിട്ടുള്ളത്. അതായത്, മെസ്സിക്ക് പന്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണം. സ്പേസുകൾ മെസ്സിക്ക് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ മെസ്സിക്ക് സപ്പോർട്ട് ലഭിക്കാൻ പാടില്ല. സഹതാരങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നത് തടയണം എന്നൊക്കെയാണ് ഇപ്പോൾ തുഷേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മെസ്സിയെ തടയുക എന്ന ഒരു വലിയ വെല്ലുവിളി ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ മധ്യനിരയെയും പ്രതിരോധ നിരയെയും ഒരുപോലെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിൻ വിജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവരെ കലാശ പോരാട്ടത്തിൽ സ്പെയിനാണ് കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.